ആയിട്ട് ബ്രദർ കൂഷി അലക്സിനെ ക്ഷണിക്കും. ഓവർ ടു യു ബ്രദർ കൂഷി അലക്സ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കാം. നമ്മൾ കുറച്ച് പാട്ടുകൾ പാടി ഒരുങ്ങി എങ്കിലും കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നും കൂടെ തലകളെ വണക്കി നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കി ഹല്ലേലൂയ കർത്താവിൻ്റെ തിരുവചനം ഒന്ന് മനസ്സിലാക്കുവാൻ, അത് കേൾക്കുവാൻ തക്കവണ്ണം, അത് കേൾക്കുവാൻ നമ്മുടെ ചെവികളെ തുറക്കുവാൻ തക്കവണ്ണം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു ചെറിയ പാട്ടിൻ്റെ 2 വരികൾ ഞാൻ പാടുന്നു. യേശുവേ ഒരു വാക്ക് മതി എൻ്റെ ജീവിതം മാറിടുവാൻ, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നു. യേശുവേ ഒരു വാക്ക് മതി എൻ്റെ ജീവിതം മാറിടുവാൻ, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. ഹല്ലേലൂയ. കർത്താവിനോട് പറയാമോ, കർത്താവേ മറ്റൊന്നും എനിക്ക് വേണ്ട, നിന്റെ ഒരു വാക്ക് മതി. കർത്താവേ നീ സംസാരിക്കുന്ന ഒരു വാക്ക് മതി കർത്താവേ. ഞാൻ എന്നോട് കൂടെ ചേർത്താ പറയുന്നത് കേട്ടോ. ഞാൻ ഈ വചനം നമുക്കെല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്ത സമയത്ത് എന്നോടും കൂടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പഠിച്ച കാര്യങ്ങളാണ് അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കർത്താവിനോട് നമുക്ക് പറയുന്നത്, കർത്താവേ എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കുക, അങ്ങയുടെ വചനം തുറന്ന് എൻ്റെ ഉള്ളിലേക്ക് തുറന്ന് കിട്ടുവാൻ, അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അടിയനെ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം. നമുക്ക് തീരുമാനത്തിലേക്ക് കടക്കാം. ഞാനിപ്പം പറയാൻ പോകുന്ന ടോപ്പിക്കും വചനം തന്നെയാണ്. വചനം എന്താ? വചനം നമുക്ക് എല്ലാവർക്കും അറിയാം. വചനം എല്ലാം we know that every scripture is God breathed. The word of God is God breathed. ദൈവത്തിന്റെ ശ്വാസം, ദൈവനിശ്വാസ്യമായ അതാണ് ദൈവവചനം. നമുക്കറിയാം. ദൈവം സംസാരിച്ചു, ദൈവം കൽപ്പിച്ചു. The universe came into being. ലോകം ഉളവായി. ആകാശവും ഭൂമിയും വെളിച്ചവും നക്ഷത്രങ്ങളും സൂര്യനും എല്ലാം he spoke and it came to be. വചനത്തിനൊക്കെയും വചനത്തിൽ അത്ഭുതകരമായ ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതിൽ ജീവനുണ്ട്, വചനത്തിൽ ജീവനുണ്ട്. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് വചനം ഒരു ഒഫൻസീവ് വെപ്പണാണ്, ഒരു സോഡ്, ദ സോഡ്, ഒരു വാളാണ്. ഹല്ലേലൂയ. നമ്മുടെ പടച്ചട്ടയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വാളാണ് വചനം. It is a sword of the spirit. The word of God is a sword of the spirit. നമുക്ക് ആ ശക്തി ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് വചനത്തിന്റെ ശക്തി നമുക്കായി ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഇപ്പോഴും വളരെ വീക്കായിട്ടുള്ള വിശ്വാസികളായിട്ട്, വളരെ ബലഹീനരായ വിശ്വാസികളായിട്ട് നമ്മൾ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ട്. അവന്റെ അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. അവന്റെ അവന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. ജയമെടുക്കാനുള്ള സകലതും ക്രൂശിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. നമുക്കത് നൽകി തന്നു. പക്ഷെ നമുക്കിന്നും വിജയമില്ല. വചനത്തിൽ കൂടെയുള്ള വിജയമില്ല. പല മേഖലകളിൽ നമുക്ക് വിജയമില്ല. നമുക്ക് എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മിൽ എന്തുകൊണ്ടാണ് വ്യാപരിക്കാത്തത്? നമുക്കൊന്ന് ചെറിയതായ രീതിയിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. ദൈവവചനത്തിന്റെ ശക്തി നമുക്ക് ഇന്ന് വായിക്കാം. കുറിവാക്യമായിട്ട് വായിക്കുന്നത് യെശയ്യായുടെ പ്രവചനം 66-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? എന്റെ വിശ്രമ സ്ഥലവും ഏത്? എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. കർത്താവ് പറയുന്നത്, ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത്, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയത് ഞാനാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയാൻ സാധിക്കും. എൻ്റെ കരങ്ങളല്ലേ ഈ ആകാശവും ഭൂമിയും
സ്വർഗവും സ്വർഗാദി സ്വർഗവും ഒക്കെ സൃഷ്ടിച്ചത്. വാട്ട് ക്യാൻ യു ബിൽഡ് ഫോർ മീ? ഐ എം നോട്ട് ഇംപ്രസ്ഡ്. ഞാൻ ഇതൊന്നും കണ്ട് ഇംപ്രസ്ഡ് അല്ല. നിങ്ങളുടെ കുറെ പ്രവൃത്തികളൊന്നും കണ്ട് ഞാൻ ഇംപ്രസ്ഡ് അല്ല. എനിക്കിതൊന്നും ഒരു വിഷയമുള്ള കാര്യമാണ്. പക്ഷെ കർത്താവ് 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദിസ് ഇസ് ദ വൺ ഐ എസ്റ്റീം. ഞാൻ ഇവനിലാണ് പ്രസാദിക്കുന്നത്. ദ വൺ ഹു ഇസ് ഹംബിൾ ആൻഡ് കോൺട്രൈറ്റ്, the one who is humble and contrite and trembles at my word. എൻ്റെ വചനത്തിന്റെ മുൻപിൽ വിറയ്ക്കുന്നവനെ, എൻ്റെ വചനത്തിൽ മുൻപിൽ വിറയ്ക്കുന്നവനെയാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. വചനത്തിന്റെ മുമ്പിൽ നമ്മൾ വിറയ്ക്കണമെന്നാണ് ദൈവതമ്പുരാൻ നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മുടെ റിയാക്ഷൻ വചനത്തിന്റെ മുമ്പിൽ, വചനത്തിനോടുള്ള നമ്മുടെ ഒരു മനോഭാവം ആദ്യം it should be one of fear and awe. ഭക്തിയും ഭയവും ഉള്ളതായിരിക്കണം. ഭയവും ഭക്തിയും നമുക്ക് ഇന്ന് സഭയിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഭയഭക്തി. വചനത്തിലേക്കുള്ള വചനത്തിനെ കുറിച്ചുള്ള ഭയവും അതിനെക്കുറിച്ചുള്ള ഒരു ഭക്തി നമുക്കില്ല. ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി വചനങ്ങൾ അറിയാം. നമ്മൾ വർഷങ്ങളായിട്ട് വിശ്വാസികളാണ്. നമുക്ക് എല്ലാ വചനങ്ങളും അറിയാം. അതിൻ്റെ കൊട്ടേഷനൊക്കെ അറിയാം. ഇന്ന വചനം ഇന്നിടത്താണ്. നമ്മളിതെല്ലാം എടുത്ത് പ്രസംഗിക്കും. നമ്മുടെ സ്വന്തം ലാഭത്തിന് വേണ്ടിയൊക്കെ പലപ്പോഴും എടുത്ത് ഉപയോഗിക്കും. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുവാൻ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ തക്ക രീതിയിൽ വിനിയോഗിക്കും. പക്ഷെ ഒരു ബഹുമാനവും ആദരവും വചനത്തിനോട് നമുക്കില്ല. ഈ ആറ്റിറ്റ്യൂഡ്, ഈ ഒരു മനോഭാവം മാറേണ്ടിയത് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറേണ്ടത്. എന്തുകൊണ്ടാണ് ഭക്തിയോടും വിറയലോടും കൂടെ വചനത്തിന്റെ മുൻപിൽ നിൽക്കണം? നമുക്ക് വേറെയും വചനം അതിനെക്കുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 47-48 വായിക്കാം. എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ ഉണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. കേട്ടോണേ, കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്റെ വചനം കേൾക്കുന്നവനെ ഞാനല്ല വിധിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്ന വചനം തന്നെ നിങ്ങളെ വിധിക്കും. നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളെ ന്യായം വിധിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന വചനം, നമ്മൾ വായിക്കുന്ന വചനം, നമ്മൾ കേൾക്കുന്ന വചനം, ഇതാണ് നമ്മളെ വിധിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നാളിൽ കർത്താവിന്റെ മുൻപിൽ, അവസാന നാളിൽ നമുക്ക് ജീവിതത്തിന്റെ ഒരു കണക്ക് കൊടുക്കാനായിട്ട് നമുക്ക് നിൽക്കേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും അറിയാം, തമ്പുരാന്റെ മുമ്പിൽ അന്ന് നമ്മൾ കൈകൂപ്പി ഭക്തിയോടും വിറയലോടും കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, we will definitely be in awe and adoration and respect of the mighty God who's going to judge us, who's going to, ഹല്ലേലൂയ, കർത്താവെ, നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കും. ആ ഭയഭക്തി നമുക്കുണ്ട്. കർത്താവ് പറയുന്നത് ഇതേ മനോഭാവം നമുക്ക് വചനത്തിന്റെ മുൻപിൽ ഇതേ മനോഭാവമായിരിക്കണം എന്നാണ്. ആ കർത്താവിന്റെ മുമ്പിൽ നമുക്ക് ഭക്തിയോടും വിറയലോടും കൂടെ നിൽക്കുന്ന പോലെ തന്നെ വചനമാകുന്ന ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് ഭയഭക്തിയോടെ നിൽക്കണം. അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്നത്, വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിംഗ്. ഭക്തിയോടും വിറയലോടും കൂടെ, ഹല്ലേലൂയ, നമുക്ക് അവനെ എതിരേൽക്കേണ്ടിയാണ്. അപ്പൊ വി ഹാവ് ടു ലുക്ക് ടു ദ വേർഡ് ഓഫ് ഗാഡ്. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ വചനത്തിനെ നമുക്ക് നോക്കേണ്ടത്. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ വചനം വായിക്കും, ബൈബിൾ വായിക്കുമ്പോൾ ഈ ഇതേ ദൈവവചനമായിരിക്കും നമ്മളെ ഒരു നാൾ ന്യായം വിധിക്കും. ഇത് ഓർത്തോണം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ വെറുതെ വായിച്ചു പോകാനല്ല നമ്മൾ ബൈബിൾ വായിക്കുന്നത്. നമ്മൾ വായിക്കുന്ന ഓരോ വചനമായിരിക്കും നമ്മളെ അന്ത്യകാലത്ത് ന്യായം വിധിക്കുക. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ വചനത്തിന്റെ മുൻപിൽ വിറയ്ക്കേണ്ടത്, വചനത്തിന്റെ മുൻപിൽ ഭക്തിയോടെ വിറയലോടുകൂടി നിൽക്കേണ്ടത്. നമുക്കൊരു വാക്യം കൂടെ നോക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും യേശു തമ്പുരാൻ ഇങ്ങനെ പറയും. 14-23 അധ്യായം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 14-23 യോഹന്നാന്റെ സുവിശേഷം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല.
നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഇപ്രകാരം പറയുന്നത്, എൻ്റെ വചനം അനുസരിക്കുന്നവന്റെ ഉള്ളിൽ ഞങ്ങൾ, അതായത് ഞാനും പിതാവും വന്ന് വസിക്കും. എൻ്റെ വചനം അനുസരിക്കുന്നവന്റെ ഉള്ളിൽ ഞാനും പിതാവും വന്ന് വസിക്കും. എങ്ങനെയാ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്? വചനത്തിൽ കൂടെയാണ് വസിക്കുന്നത്. വചനത്തിന്റെ അനുസരണത്തിൽ കൂടെയാണ് പിതാവും പുത്രനും നമ്മളിൽ വസിക്കുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ, ദൈവവചനത്തിലേക്ക് നമ്മുടെ ഉള്ളത്തെ തുറക്കുമ്പോൾ, ദൈവവചനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ തുറക്കുമ്പോൾ, അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ, ദൈവവചനത്തിലേക്ക് നമ്മുടെ ഉള്ളങ്ങളെ തുറന്ന് അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യും. ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിലേക്ക് പിതാവും പുത്രനും, പരിശുദ്ധാത്മ നമുക്ക് ഓൾറെഡി തന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യും. അതിനൊറ്റ വഴിയാണ്, വചനമാകുന്ന വഴിയിൽ കൂടെയാണ് നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നത്. ദൈവവചനം നമുക്ക് ഓർക്കേണ്ടതായ ഒരു കാര്യം, ഇത് നമുക്ക് അമ്മാനമാടാനുള്ളൊരു സംഗതിയല്ല. ദൈവവചനം വളരെ ലാഘവത്തോടെ എടുക്കേണ്ട കാര്യമല്ല. ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ നാമം നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ലാഘവത്തോടെ എടുക്കേണ്ട കാര്യമല്ല യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വചനം. ഫ്രം ജെനിസിസ് ടു റെവലേഷൻ നമുക്ക് വായിക്കുന്ന ഒരു വാക്യവും we have to be very serious about it. യേശുവിന്റെ ഒരു ദർശനം ലഭിക്കുമ്പോൾ നാം അവന്റെ കാൽ കീഴിൽ ഭക്തിയോടെ വീഴുന്നത് പോലെ. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ സമയത്ത്, നമ്മളല്ലേ ഉറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ സ്വകാര്യ ജീവിത മുറിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു ദർശനം, യേശുവിന്റെ ഒരു ദർശനം നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? വളരെ അവന്റെ മുൻപിൽ നമ്മൾ കമന്ന് വീണ് കർത്താവിന്റെ തിരുപാദത്തെ നമ്മൾ നമസ്കരിക്കും. ഹല്ലേലൂയ. അതേ മനോഭാവം. ഇതാണ് നമ്മൾ വചനത്തിലേക്ക് ഞാനിതൊരു ഒരു വചനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നിപ്പോ ഞാൻ ആ ഒരു ആസ്പെക്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ഹൗ വി ഷുഡ് റെവർ ദ വേർഡ് ഓഫ് ഗാഡ്, റെവറൻഷ്യൽ ഫിയർ ടു ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തെ ആദരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മളിൽ ഉളവാകത്തുള്ളൂ. വചനത്തിന്റെ പ്രയോജനം നമ്മളിൽ ഉളവാകത്തുള്ളൂ. ദൈവത്തിന്റെ വചനം ആദരിക്കുക എന്ന് പറയുമ്പോൾ we have to believe, we have to receive, we have to obey the word of God. നമുക്കൊന്നുകൂടെ ആ കുറിവാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഹംബിൾ ആൻഡ് കോൺട്രൈറ്റ്. ഹംബിൾ ആൻഡ് കോൺട്രൈറ്റ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയം. 51-ാം സങ്കീർത്തനത്തിലും ദാവീദ് പറയുന്നുണ്ട്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന അവന്റെ ഹൃദയം ഉള്ളവനെ ഞാൻ ആദരിക്കും, അവൻ നിരസിക്കുകയില്ല എന്നാണ് വചനം പറയുന്നത്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയം. അവിടെ എന്താ നമ്മൾ കാണുന്നത്? അവിടെ ഒരു ഹാർട്ട് കണ്ടീഷൻ നമ്മൾ കാണും. ഹൃദയത്തിന്റെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ആ ഹാർട്ട് കണ്ടീഷൻ. യഹോവയുടെ പർവ്വതത്തിൽ നമ്മൾ വീണ്ടും സങ്കീർത്തനത്തിലൊക്കെ പറയുന്നുണ്ട്, യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? ഹല്ലേലൂയ. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം. ഇതാണ് he who has a clean hands and pure heart and does not lift his soul to an idol എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലീൻ ഹാൻഡ്സ് ആൻഡ് പ്യൂർ ഹാർട്ട്. ഈ ഹാർട്ട് അവസ്ഥ, ഹൃദയത്തിന്റെ അവസ്ഥ വളരെ 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 അത്യാവശ്യമാണ്. ആ ഹൃദയത്തിന്റെ കണ്ടീഷൻ ആയിരിക്കും നമ്മുടെ വചനത്തിന്റെ സ്വീകാര്യത. ആ ഹൃദയത്തിന്റെ കണ്ടീഷൻ പോലെ യേശുവരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മള് വിത്ത് വീണ ഒരു നിലത്തെക്കുറിച്ച്. റോഡരികിൽ, വഴിയരികിൽ, പാറമേൽ, മുള്ളിൻ്റെ ഇടയ്ക്ക് വീണ വിത്ത്, പിന്നെ നല്ല ഭൂമിയിൽ വീണ വിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയാണ് ആ വിത്ത് മുളയ്ക്കുന്നത്. ആ നല്ല ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം ഒരുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം അതിനുവേണ്ടി സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ വചനം ഒരിക്കലും അത് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യത്തില്ല. നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യത്തില്ല. നമ്മൾ വെറുതെ വായിക്കും. നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ വെറും സമയം പോക്ക് മാത്രം. ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ടൈം. നമ്മൾ അതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്യാം. നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം. നമുക്ക് ഒരു വാക്യം കൂടി നോക്കാം. പ്രോവേർബ്സ് 4:24. പ്രോവേർബ്സ്
4:24. വായുടെ വക്രത നിങ്കിൽ നിന്ന് നീക്കിക്കളക, അധരങ്ങളുടെ വികടം നിങ്കിൽ നിന്ന് അകറ്റുക. 23 വായിച്ചു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉദ്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വളരെ ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. Above all, guard your heart, for it is the wellspring of life. Guard your heart. നമ്മുടെ ഹൃദയത്തെ, ഹല്ലേലൂയ, നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഇസ് എ വെൽ സ്പ്രിംഗ് ഓഫ് ലൈഫ്. ഹൃദയത്തിന്റെ അവസ്ഥ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഹൃദയത്തിന്റെ അവസ്ഥ. ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, രാജാവിനെ തെരഞ്ഞെടുക്കാൻ വന്ന് ജെസ്സിയുടെ ഭവനത്തിൽ വന്ന് ശമൂവേലിനോട് ദൈവം പറയുന്നത്, ഐ ലുക്ക് അറ്റ് ദ ഹാർട്ട്. ഞാൻ ഹൃദയത്തെ നോക്കുന്നവനാ, ബാഹ്യമായിട്ട് നോക്കുന്നവനല്ല. നല്ല സുന്ദരന്മാരായ 7 മക്കൾ പോയി. ആദ്യത്തെ മകൻ വളരെ സുന്ദരനായിരുന്നു. ഇവരൊക്കെ പോയി. പക്ഷേ ദൈവം പറഞ്ഞു, ഇവനല്ല. ഐ ലുക്ക് അറ്റ് ദ ഹാർട്ട്. ഹൃദയത്തിന്റെ അവസ്ഥ അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കൊരു വാക്യം കൂടി നോക്കാം. ഹെബ്രായരുടെ ലേഖനം 4:12. ഹെബ്രായരുടെ ലേഖനം 4:12. ഇംഗ്ലീഷ് വായിക്കാം. The word of God is sharper than any double-edged sword. It penetrates even to dividing the soul and spirit, joints and marrow, and it judges the thoughts and attitudes of the heart. Nothing in all creation is hidden from God's sight. Everything is uncovered and laid bare before the eyes of him whom we must give account. മലയാളത്തിൽ കൊണ്ടൊന്ന് വായിച്ചു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഹൃദയത്തിന്റെ ചിന്തകളെയും ഭാവങ്ങളെയും ദൈവവചനം വിവേചിക്കുന്നു. Just like it penetrates, the only thing which can penetrate the soul and the spirit, നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ദേഹിയെയും അതിനെ വേർതിരിക്കാൻ പറ്റുന്ന ആ ഒരു ദൈവവചനം അവിടെ മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് it divides the soul and the spirit and it judges the thoughts and attitudes of the heart. നമ്മുടെ ഹൃദയവും ഹൃദയ ചിന്തകളെയും നമ്മുടെ ഭാവങ്ങളെയും ഇതെല്ലാം അളക്കുന്ന വചനമാണ് സകലത്തിന്റെ ആധാരം. യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് അപ്പോസ്തലൻ നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: വചനം ഒരു കണ്ണാടിയാണ്. ഇറ്റ്സ് എ മിറർ. നമുക്ക് നമ്മെ തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കണ്ണാടി. നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ, വചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കും. വചനത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹല്ലേലൂയ. വചനം ഒരു ഇരുവായ്ത്തലയുള്ള വാളാണ്. It judges the thoughts and attitudes of our heart. വചനം ഒരു കണ്ണാടിയാണ്. It's a mirror. നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ കാണാം, അത് കണ്ടിട്ട് അത് മറന്നിട്ട് പോകരുത് എന്നാണ് പറഞ്ഞത്. നിന്റെ മുഖം കാണുമ്പോൾ അത് കണ്ടിട്ട് പോകരുത്. അത് കണ്ടിട്ട് നീ മുഖത്തെയുള്ള കറുപ്പ് മാറ്റും. That's what the Lord is speaking to us. Hallelujah. നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് ദൈവത്തിനോട് നടക്കുന്നു. പക്ഷെ ഇപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ പല വീക്ക്നെസ്സസ് ഉണ്ടായിരിക്കും. എനിക്കുണ്ട്, നിങ്ങൾക്ക് ഉണ്ടാവണം. ഹല്ലേലൂയ. പലർക്ക് പല രീതിയിലായിരിക്കും. പലർക്ക് പല വിഷയങ്ങളായിരിക്കും. ചിലർക്ക് പ്രൈഡ് ആയിരിക്കും, ചിലർക്ക് സ്വാർത്ഥതയായിരിക്കും, ചിലർക്ക് ഇൻഡിപെൻഡൻസ് ആയിരിക്കും, ചിലർക്ക് ദേഷ്യമായിരിക്കും, ഭയമായിരിക്കും ചിലർക്ക്. ഇതെല്ലാം പരിഹരിക്കുന്നത് ഈ വചനത്തിൽ കൂടെയാണ്. വചനം നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തും. അതാണ് വചനമാണ് നമ്മളോട് സംസാരിക്കുന്നത്. നിനക്ക് ഈ ഒരു വിഷയമുണ്ട്. This is your problem. Anger is your problem. Maybe exaggeration is your problem. എന്ന് വചനമാണ് നമ്മളോട് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കി ഉപേക്ഷിക്കണമെന്ന് തീരുമാനമെടുത്താൽ അത് മനസ്സിലാക്കണം. വചനം നമ്മളെ മനസ്സിലാക്കി തരും. It's a teacher. It teaches us this is what is wrong with you. അത് മനസ്സിലാക്കി അത് സ്വീകരിച്ച് നമ്മൾ ഉപേക്ഷിക്കുമെങ്കിൽ, അത് തീരുമാനമെടുത്താൽ
ദൈവം വിശ്വസ്തനാണ് മാറ്റിത്തരും. നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയത്തില്ല. വി ക്യാൻ നെവർ റിമൂവ് അവർ വീക്ക്നെസ്സസ്. നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ ദൈവവചനത്തിൻ്റെ മുൻപിൽ നമ്മൾ പറയാണ്, കർത്താവേ, ഐ അക്നോളജ് ദിസ് ഇസ് മൈ വീക്ക്നെസ്. വാട്ട് ഐ എം റീഡിങ് ത്രൂ റൈറ്റ് നൗ ഇസ് മൈ വീക്ക്നെസ്. സിമ്പിളായിട്ടുള്ള കാര്യം ഞാൻ എൻ്റെ ഈ അടുത്തിടയ്ക്ക് വായിച്ചൊരു വചനമാണ് കൊളോഷ്യർക്കുള്ള ലേഖനത്തിൽ. വാട്ട് എവർ യു ഡു ഇൻ വേർഡ് ഓർ ഡീഡ്, do it all in the name of our Lord Jesus Christ, giving thanks to God the Father through it. Whatever you do in word or deed, നമുക്ക് ചെയ്യുന്ന ഏത് കാര്യത്തിലും കർത്താവിന് താങ്ക്സ് പറയാൻ പറ്റാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുന്ന. That's what the word of God says. നമ്മൾ ചുമ്മാ താങ്ക് യു ജീസസ് പറഞ്ഞാൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ there should be nothing in our life by which we cannot give thanks. കർത്താവിനോട് താങ്ക്സ് പറയാൻ പറ്റാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇറ്റ്സ് എ വെരി, വായിക്കുമ്പോൾ വളരെ സുഖം, വളരെ ചെറിയ 2-3 വരികളേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഡെപ്ത് വളരെ ആഴമേറിയ അതിനകത്ത് ചിന്തകളാണുള്ളത്. വിച്ച് മീൻസ് യുവർ ലൈഫ് വിൽ ബി ടോട്ടലി ടു ദ ലോർഡ്. അല്ലാത്തവർക്ക് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. വാട്ട് എവർ ഐ ഡു ഇൻ വേർഡ് ഓർ ഡീഡ്, ലെറ്റ് മീ ഡു ഇറ്റ് വിത്ത് താങ്ക്സ് ഗിവിംഗ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പഴയൊരു സമയമാണ്, പഴയ ഒരു ഉപദേശിയുടെ ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലെ കോഴി ഇപ്പുറത്ത് വന്ന് ചാടി, അമ്മാമ്മ അത് കറി വെച്ചിട്ട് ഇവർക്കെല്ലാം മനസ്സിലായി കോഴിക്കറി അപ്പുറത്തെയാണെന്നുള്ളത്. അപ്പൊ ഈ കോഴിക്കറി ഇങ്ങോട്ട് ഒഴിച്ചപ്പം നമ്മുടെ ഉപദേശി പറയാണ്, തന്നെ വീഴാണെങ്കിൽ പോരട്ടെ, കുഴപ്പമില്ല. ദാറ്റ് മീൻസ് അതൊന്നും നമുക്ക് വി കനോട്ട് ട്വിസ്റ്റ്. നമുക്ക് ദൈവസന്നിധിയിൽ താങ്ക്സ് പറയാത്ത നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മേ ബി ദ മണി വിച്ച് വി ഹാവ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അന്യായമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വി ഹാവ് ടു എക്സാമിൻ അവർ ലൈഫ്സ് ബിഫോർ ദ വേർഡ് ഓഫ് ഗാഡ്. ഇത് തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. തീരുമാനം മാത്രം എടുത്താൽ മതി. ഉപേക്ഷിക്കണമെന്ന് തീരുമാനമെടുത്താൽ ദൈവം നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മ, ഇറ്റ് ഇസ് എ സ്പിരിറ്റ് ഹു എനേബിൾസ് us to conquer that. വചനത്താലുള്ള കഴുകലും ആത്മാവിന്റെ ശക്തിയാലും നമുക്ക് ഇത് സാധിക്കും. ഹല്ലേലൂയ. This is why we should tremble at the word of God. നമ്മൾ ഒരു ദിവസം നമ്മളെല്ലാവരും കർത്താവിന്റെ മുൻപിൽ, കർത്താവിന്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ വചനം നമ്മളെ ജഡ്ജ് ചെയ്യും. അന്ന് നമ്മൾ വായിച്ചില്ല എന്ന് പറയാം, നമ്മൾ വായിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട്, 10-20 വർഷമായിട്ട് വായിച്ചില്ല, അറിഞ്ഞില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. It is so important that our life must be aligned to the word of God. ഹല്ലേലൂയ. നമുക്ക് പറയാമോ, കർത്താവേ, ഞാൻ അപ്രകാരമല്ല ജീവിച്ചിട്ടുള്ളത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട് കുറവുകൾ. Can we confess? ഇന്ന് പ്രഭാതകാലം നമുക്കൊരു ചെറിയ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ? Can we confess that we have not lived according to the word of God? ഞാൻ ഒരു നിമിഷം എല്ലാവർക്കും ഒന്ന് കണ്ണടച്ച് അവരോട് ഹൃദയത്തിലേക്ക് ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്തിട്ട്, കർത്താവേ, ഹല്ലേലൂയ, കർത്താവേ, your word has spoken to me. ഇത് ഞാൻ പല പ്രാവശ്യം എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അല്ല ഇന്നാൾ എന്നോട് സംസാരിച്ചു, പക്ഷെ ഞാനത് ഏറ്റെടുത്തില്ല കർത്താവേ. I heard it, but I heard it through one ear and left it to the other ear, Lord. I did not receive it to my heart. I did not change. നമുക്ക് എല്ലാവർക്കും ഒരു മിനിറ്റ് നമുക്ക് തലകളെ വണക്കി കർത്താവിന്റെ മുമ്പിൽ നമുക്കൊന്ന് സ്വയം ശോധന ചെയ്ത്, കർത്താവേ, എനിക്ക് കുറവുണ്ടപ്പ ഒന്ന് പറയാൻ വേണ്ടി നമുക്ക് ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് തലകളെ വണക്കിയിരിക്കാം. സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ് മൈ ഗോഡ്. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. നമുക്ക് കുറച്ച്
എൻ്റെ മനസ്സിൽ വന്ന ചില നമുക്ക് സാധാരണമായ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ചില കുറവുകൾ നമുക്കൊന്ന് ഏറ്റു പറയാം. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, ചില പല രീതിയിൽ പല അളവുകളിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. നമുക്കൊന്ന് ഞാൻ ഇന്ന് കുറച്ച് 3-4 കാര്യങ്ങൾ മാത്രം ഒന്ന് പറയും. അത് നമ്മുടെ ഹൃദയത്തിൽ തൊടുന്നുണ്ടെങ്കിൽ അതൊന്ന് ഏറ്റുപറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറയുന്ന നമുക്ക് കർത്താവ് യേശു പഠിപ്പിച്ച ഒരു വാക്കാണ് Thy will be done. Thy will be done. കർത്താവേ, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ. ഹല്ലേലൂയ എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കർത്താവ് ഞാനത് ഏറ്റെടുത്തിട്ടില്ല. കർത്താവേ, Your will be done എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കർത്താവേ, Lord, ഇന്ന് മുതൽ കർത്താവ്, Your will be done in my life, oh Lord. Your will, Lord. Because it is good, pleasing and perfect. Your will is good, pleasing and perfect, Lord. Therefore, Lord, Your will be done in my life. കർത്താവേ, ഞാനത് ഏറ്റു പറയുന്നു. ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കർത്താവേ. Lord, I want to change that. I want to change that attitude, Lord. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ, എൻ്റെ കൃപ മതി നിനക്ക്. My grace is sufficient for you. Yes, കർത്താവിനോട് പറയും, ഗ്രേസ് by your grace. കർത്താവ് നമ്മളോട് മനുഷ്യൻ നമ്മളോട് ചോദിക്കും, യെസ്, കൃപയാൽ. നല്ല ബ്രദറെ, കൃപയാൽ നന്നായി പറയും. പക്ഷെ കൃപയാൽ എന്ന് പറഞ്ഞോടൊപ്പം നമ്മൾ പലപ്പോഴും കൃപയിൽ മാത്രമല്ല ജീവിക്കുന്നത്, ലോകപരമായ തന്ത്രങ്ങളിൽ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. കൃപ മതി കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെറിയ രീതിയിൽ ഐ മാനിപ്പുലേറ്റ് മൈ തിങ്സ്, ഐ ഓർഗനൈസ് മൈ തിങ്സ് ഇൻ എ ഡിഫറെന്റ് വേ. സ്തോത്രം കർത്താവേ, ഇന്ന് ഞാനിത് ഏറ്റു പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ സ്വന്തമായിട്ട് ഏറ്റു പറഞ്ഞാൽ മതി. സ്തോത്രം കർത്താവേ. ലോർഡ്, I rebuke that. I discard this nature in me, O Lord, by the power of your Spirit, O God. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിരിക്കും, താഴ്മ ധരിപ്പാൻ. ഹല്ലേലൂയ. താഴ്മ ധരിപ്പാൻ. ഫിലിപ്പിയരുടെ ലേഖനത്തിലുണ്ട്, your nature, your attitude should be the same as that of Christ Jesus. The humility of Christ Jesus. കർത്താവേ, പലപ്പോഴും കർത്താവേ, ഞാൻ മറ്റുള്ളവരുടെ ഇടപെടും താഴ്മയില്ല കർത്താവേ. I don't have that humility, Lord. I think I esteem myself higher than the other person whom I'm dealing with, oh Father. Lord, let me be humble and contrite before you, Lord. Let me be humble before you, oh Father. Stotram. Yes, Father. Thank you, Lord. Thank you, Jesus. Fear and anxiety. Do not fear, I am with you. To the end of the earth, to the end of time, I am with you. കർത്താവേ, എനിക്ക് ഭയമുണ്ട് കർത്താവേ, എനിക്ക് വ്യാകുലതയുണ്ട് കർത്താവേ. I am afraid, Lord God. പല കാര്യങ്ങളിലും എനിക്ക് വ്യാകുലതകളുണ്ട് കർത്താവേ. എൻ്റെ ഭാവിയെക്കുറിച്ച് വ്യാകുലതകളുണ്ട് കർത്താവേ. സ്തോത്രം. Hallelujah. Lord, I discard it, Lord. Today, by the power of your Spirit, Lord, I discard this, oh Father. Help me, Lord, by unbelief. എൻ്റെ അവിശ്വാസത്തെ നീക്കം ചെയ്യാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. Hallelujah. Be thou holy as I am holy. Very simple. കേൾക്കാം, 3-4 വാക്യങ്ങളേ ഉള്ളൂ. കർത്താവേ, ഹല്ലേലൂയ, സെറ്റ് അപ്പാർട്ട് ഫോർ ദ ലിവിംഗ് ഗോഡ്. ലോകപരമായ സന്തോഷത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന് സെറ്റ് അപ്പാർട്ടായി, സാധാരണ ലോകക്കാരെ പോലെ ജീവിതം ആസ്വദിപ്പാനല്ല, ലോകം ആസ്വദിപ്പാനല്ല, ജീവിതം ആസ്വദിക്കണം, ലോകം ആസ്വദിപ്പാനല്ല, പക്ഷെ അതിൽ നിന്ന് വേറിട്ട്, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി വേറിട്ട് നിൽപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണേ, അടിയനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. Hallelujah. And one of the most important things, love the Lord your God with all your heart and all your mind and all your strength. Kartave, stotram. Very easy to say, Lord. Do I love you more than I love myself? Do I love you, Lord? Or do I love myself more than I love you, Lord Jesus? Lord, help me to love you, Lord. Remove my heart of stone. Give me a heart of flesh, an undivided heart to love you, fear you, serve you, Lord. To love you more than I love myself and my family, Lord God. So, ആ ഒരു കൃപ അടിയന്റെ മേലും ഞങ്ങളുടെ മേലും പകരണമേ എന്ന് പ്രാർത്ഥിക്കും. Thank you, Lord. Thank you, Jesus. Thank you, Father. Thank you, Lord. Hallelujah. അതുപോലെ പലത് കാണും. നമുക്ക് ഏറ്റു പറയാം. സ്വന്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വചനം വായിക്കുമ്പോൾ നമുക്ക് ഇത് ഏറ്റു പറഞ്ഞ് നമുക്ക് ഇതെല്ലാം മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി
നമ്മളിൽ രൂപാന്തരം, ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ആകുവാൻ. ക്രിസ്തുവിനെ പോലെ ആകുമ്പം ക്രിസ്തുവിന്റെ പോലെ ദൈവം, പിതാവായ ദൈവത്തിന്റെ കൂടെയുള്ള കമ്മ്യൂണിയൻ, പിതാവായ ദൈവത്തിന്റെ കൂടെയുള്ള നമ്മുടെ വാസം. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങള് ഈ വചനം ശുശ്രൂഷ ഇന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഒരു വാക്ക്, ഒരു ചെറിയൊരു സ്റ്റാൻസ പാടി ഞങ്ങൾ നിർത്തുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ എല്ലാ ഉള്ളങ്ങളിൽ അവിടുന്ന് ക്രിയ ചെയ്യണം. അങ്ങേ പോലെ ആയിത്തീരുവാൻ, അങ്ങേ പോലെ രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. ഞാനൊരു സ്റ്റാൻസ്, ഒരു പഴയ ഗാനം പാടി നമുക്ക് ഈ ഇന്നത്തെ ദൈവവചനം ശുശ്രൂഷ നമുക്ക് ഇന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് പാട്ട്. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്തോടെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ. ഇതായിരിക്കും നമ്മുടെ ഹൃദയത്തിന്റെ വിളി. അവനെ പോലെ, അവന്റെ മഹത്വം നിറഞ്ഞ് ശോഭിപ്പാൻ നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. എല്ലാ മാനവും മഹത്വവും യേശുമ്പരാനും പിതാവ് പുത്ര പരിശുദ്ധ റൂഹായിക്കുമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ.